സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് കുറച്ച് ഭാഗം കൂടെ തീരാനുണ്ടായിരുന്നു. അത് കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് തേർഡ് മൊഡ്യൂളിന്റെ ഒരു ടോപ്പിക്കും കൂടി ഇന്ന് എടുക്കാം. ഓക്കെ ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണ്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ഇസ് എ ക്ലോസ്ഡ് walk containing every vertices exactly once. എല്ലാ വെർട്ടിസസും ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് വോക്കിനെയാണ് ഹാമിൽട്ടണിയൻ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഒരു ഹാമിൽട്ടോണിയൻ കംപ്ലീറ്റ് ഗ്രാഫിൽ വേർ n ഈസ് ഓഡ് ആയിട്ടുള്ള n എന്നൊരു ഓഡ് നമ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. അപ്പൊ കംപ്ലീറ്റ് എന്താണെന്നുള്ളതിന്റെ ഡൗട്ട് വരരുത്. കംപ്ലീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നെക്സ്റ്റ് സീരീസിന് ഇട്ടിരുന്നു കംപ്ലീറ്റും കംപ്ലീറ്റ് ബൈപാർട്ടേറ്റും. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫും ബൈപാർട്ടേറ്റ് ഗ്രാഫും ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആക്കിയവർക്ക് പകുതി കൊടുത്തിട്ടുണ്ട്. ബൈപാർട്ടേറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KNN ആണ്, രണ്ട് സെറ്റ് ഓഫ് വെർട്ടിസസ്. അതിലൊരു സെറ്റിൽ നിന്ന് മറ്റു സെറ്റിലേക്കുള്ള എല്ലാ വെർട്ടിസസിലേക്കും എഡ്ജ് വരുന്നതിനെയാണ് കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള n ഓഡ് വരുന്ന ഒരു ഗ്രാഫിൽ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് n-1/2 എണ്ണമായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഹാമിൽട്ടോണിയൻ തിയറം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഓക്കെ, its application related to Hamiltonian graph where അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയിരിക്കണം. അതായത് നിങ്ങൾ ഒരു ഡെഫിനിഷൻസും അറിയാതെ കോൺസെപ്റ്റ് അറിയാതെ ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ദാറ്റ് ഇസ് ഒന്നുകൂടെ പറയാണ്, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസസും നമ്മൾ ട്രാവൽ ചെയ്ത് ആ വെർട്ടെക്സിൽ തന്നെ തിരിച്ചു വരും. ഞാൻ ഇവിടെ എയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ എനിക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു ഗ്രാഫ് വരയ്ക്കാണ്. ദിസ് ഇസ് എ ഗ്രാഫ്, സോ മെനി എഡ്ജസ്. ഓക്കെ, ഈ ഗ്രാഫിൽ എ എന്ന വെർട്ടെക്സിൽ തുടങ്ങി എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് എയിൽ തന്നെ തിരിച്ചു വരാം. വേറെയും വഴിയുണ്ട് എയിൽ തന്നെ തിരിച്ചു വരാൻ. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇതിലൂടെ വന്ന് ഇങ്ങനെ, അതായത് വെറും 3 വെർട്ടെക്സ് മാത്രം വിസിറ്റ് ചെയ്തുകൊണ്ടും എനിക്ക് തിരിച്ച് എയിലെത്താൻ പറ്റും. But that is not a Hamiltonian. Hamiltonian എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I have to travel each and every vertices exactly once. Never repeat again. Such circuit, അതൊരു സർക്യൂട്ടും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് വിളിക്കാം. ഇനി ഞാൻ പറഞ്ഞത് n ഓഡ് നമ്പർ ആണെങ്കിൽ, n എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആണ്, അതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. അപ്പൊ എന്താണ് കംപ്ലീറ്റ്? എ ഗ്രാഫ് ഈസ് സെഡ് ടു ബി കംപ്ലീറ്റ് every pair of vertices consists exactly one edge. ഒരു ഗ്രാഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഗ്രാഫിലെ ഏത് 2 വെർട്ടിസസ് എടുത്താലും ആ വെർട്ടിസസിനിടയിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിനെ കംപ്ലീറ്റ് എന്ന് പറയാം. ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ല, കാരണം ഇവിടെ എയിൽ നിന്ന് നമുക്ക് ഇതിന് വെർട്ടിസസിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ എയിൽ നിന്ന് ഡിയിലേക്ക് ഇവിടെ ഒരു എഡ്ജ് ഇല്ല. എവരി പെയർ ഓഫ് വെർട്ടിസസ് കൺസിസ്റ്റിംഗ് എഡ്ജ്. അതുപോലെ എയിൽ നിന്ന് സിയിലേക്കില്ല. നോക്കൂ, ഇപ്പൊ എല്ലാ പെയർ എടുത്താലും ഏത് പെയർ നോക്കിയാലും നമുക്കിപ്പോ ഒരു എഡ്ജ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഗ്രാഫിനെ നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വിളിക്കാം. ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ K5. 5 വന്നത് അവിടെ 5 വെർട്ടെക്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ ഈ വേർഡ്സ് എല്ലാം ഉപയോഗിക്കും, അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് വീണ്ടും പറഞ്ഞതാണ് കേട്ടോ. അപ്പോ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സുമായിട്ട് റിലേഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതായത് നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കുറച്ചധികം സിമിലാരിറ്റി ഉള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ഒരു സെയിൽസ്മാൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെയിൽസ്മാനിന് കുറച്ചധികം സിറ്റീസ് കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ സിറ്റീസിനെ വെർട്ടിസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ എളുപ്പത്തിന് ഒരു 7 സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 7 നമ്പർ ഓഫ് സിറ്റീസ്.
അപ്പൊ സെയിൽസ്മാനിന് ഇതിലൂടെ എല്ലാം ട്രാവൽ ചെയ്ത് എല്ലാ സിറ്റീസിലും പോകണം. ഓക്കെ, അപ്പൊ നമ്മൾ സെയിൽസ്മാന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് പുള്ളിക്ക് ട്രാവൽ ചെയ്യാം ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് ആയിരിക്കണം. ഓക്കെ അല്ലെ, അതായിരിക്കുമല്ലോ അയാളുടെ പെട്രോൾ ഡീസൽ ചെലവുകൾ കുറയ്ക്കും അല്ലെ. ഷോർട്ടസ്റ്റ് റൂട്ട് ആയിരിക്കണം. ഒരു സിറ്റി തന്നെ, അതായത് പോയോടത്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പോവരുത്. ഓക്കെ, നെവർ റിപ്പീറ്റ്. ഓക്കെ, പിന്നെന്താണ്, എല്ലായിടത്തും പോണം. ഓക്കെ, വിസിറ്റ് എവറി സിറ്റി. അതുകൊണ്ടാണ് നെവർ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സാക്ട്ലി വൺസ്, അതായത് നമ്മുടെ ഹാമിൽട്ടോണിയനിലേക്കാണ് വരുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് ഇതിലൂടെ എല്ലാം ഓരോ പ്രാവശ്യം ട്രാവൽ ചെയ്ത് തിരിച്ച് എവിടെയാണോ തുടങ്ങിയത്, ഇപ്പൊ അയാളുടെ ഹോം ടൗൺ ആണെങ്കിൽ അവിടെ തന്നെ തിരിച്ചെത്തണം. അതിന് ഏറ്റവും ബെസ്റ്റസ്റ്റ് ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന തിയറി എഴുതിയാൽ മതി. ഓക്കെ, ഇതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒത്തിരി അൽഗോരിതംസ് നമുക്കുണ്ട്. അൽഗോരിതംസ് ഫോർ ഫൈൻഡിങ് bestest and shortest route for visiting every cities for a salesman. അപ്പൊ നമുക്കത് നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ഡിജിക്സ്ട്രാസ് അൽഗോരിതം, സം അൽഗോരിതംസിന്റെ തിയറി പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ തിയറി ഇത്രയേ ഉള്ളൂ. തിയറി നമുക്കതിന്റെ ഇറ്റ്സ് എ ഗിവൻ കളക്ഷൻ ഓഫ് സിറ്റീസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പൊ നമുക്കിപ്പോ ആ ഒരു ഞാനൊരു റഫ്ലി ഒരു ഗ്രാഫ് വരയ്ക്കാണ് കേട്ടോ. അതായത് ഇതൊരു റൂട്ടുകളായിട്ട് കണക്കാക്കുക. ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്കുള്ള റൂട്ടാണ് ഈ എഡ്ജസ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസെപ്റ്റിൽ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് ആണെങ്കിൽ ഒരുപാട് റോഡ്സ് ഉണ്ടാവും. അപ്പൊ എവരി പെയർ ഓഫ് വെർട്ടിസസ് കൺസിസ്റ്റ് എഡ്ജസ് അല്ലെങ്കിൽ റൂട്ടുകൾ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോ റൂട്ടിനും ഓരോ വെയിറ്റ് ഉണ്ടാകും. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ വെയിറ്റ് ഓഫ് EI. ആ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ ഇതൊരു ലെങ്ത് അല്ലെങ്കിൽ കിലോമീറ്റർ മെഷർമെന്റ് ആണ്. ഈ A എന്ന സിറ്റിയിൽ നിന്ന് B എന്ന സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിനെ നമ്മൾ ദ വെയിറ്റ് മീൻസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ഈ എഡ്ജിന് നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പല കേസുകൾക്കും പല രീതിയിലാണ്. ഇതിപ്പോ റൂട്ട് പ്രോബ്ലം ആയതുകൊണ്ട് that means distance. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു റഫ് ആയിട്ട് ഇതൊരു 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ, 5, 2, 1, 3, 7, 2, 4 അങ്ങനെ നമുക്കതിന് വെയിറ്റ് അസൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റുകളെല്ലാം കൂട്ടുമ്പോൾ, അതായത് നമ്മുടെ കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാം കൂട്ടുമ്പോൾ ഏറ്റവും ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാ വെർട്ടിസസും ട്രാവൽ ചെയ്യേണ്ട റൂട്ട്സ് പലതരത്തിലുണ്ട്. അപ്പൊ ഇതൊരു n odd ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണെങ്കിൽ അതിനകത്ത് ഇപ്പൊ നമുക്കിവിടെ 7 വെർട്ടിസസ് ഉണ്ട്. 7 minus 1 by 2 that is n minus 1 by 2 പോസിബിൾ സർക്യൂട്ട്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് 3 പോസിബിൾ റൂട്ട്സ് നമുക്ക് ഇവിടെ കിട്ടും അല്ലെ, ബൈ തിയറം, ഹാമിൽട്ടോണിയൻ തിയറം വെച്ചിട്ട് ഓഡ്, അതായത് ഓഡ് നമ്പർ ആയിട്ടുള്ള സിറ്റി ആണെങ്കിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓഡ് നമ്പർ ആയിട്ടുള്ള സിറ്റീസ് ഉള്ള അല്ലെങ്കിൽ വെർട്ടിസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ കംപ്ലീറ്റും ആയിരിക്കണം. നമുക്കവിടെ 3 പോസിബിൾ റൂട്ട്സ് ഉണ്ട്. ഈ 3 പോസിബിളിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ അൽഗോരിതംസ് ഉപയോഗിക്കുന്നത്. തിയറത്തിനെ വിളിക്കുന്ന പേരാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. മാത്രമല്ല നമ്മളിപ്പോ ഓരോ ഇവിടെ ഹാമിൽട്ടോണിയൻ തിയറം ഉപയോഗിച്ച് A എന്ന വെർട്ടെക്സിൽ തുടങ്ങി Aയിൽ തന്നെ തിരിച്ചു വരുന്ന 3 പോസിബിൾ റൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യാ, അടുത്ത വെർട്ടെക്സ് Bയിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എങ്കിൽ അവിടെ തന്നെ തിരിച്ചു വരാനുള്ള പോസിബിൾ റൂട്ട്സ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈനിങ് n-1 എഡ്ജസ് ഉണ്ടാവും. Bയിലാണെങ്കിൽ n-2 എഡ്ജസ്. അങ്ങനെ ഓരോ വെർട്ടെക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും റിമൈനിങ് എഡ്ജസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോ ഫൈനലി നമുക്ക് എത്രയാണോ ദാറ്റ് ഈസ്
ഫൈനലി ഇതിന്റെ എല്ലാം സം എടുത്ത് കഴിയുമ്പോൾ ഒരു n-1, n-3, n-4 അങ്ങനെ n-1 ഫാക്ടോറിയൽ എക്സെട്ര അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് വി ഹാവ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ തിയറം ഉപയോഗിച്ച് n-1/2 പോസിബിൾ സർക്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ട്രാവലിംഗ് സെയിൽസ്മാനിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. എ എന്ന വെർട്ടെക്സിൽ തുടങ്ങി എയിൽ തന്നെ തിരിച്ചു വരുന്നതാണ് ഈ 3 പോസിബിൾ സർക്യൂട്ട്സ്. അതുപോലെ തന്നെ ഓരോ വെർട്ടിസസിലും നമ്മൾ ഈ കേസ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും റൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ n-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 പോസിബിൾ സർക്യൂട്ട്സ് നമുക്ക് അവിടെ ഉണ്ടാകും. പക്ഷെ ഈ കേസ് വരുമ്പോൾ എഡ്ജ് ഡിസ്ജോയിന്റ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവില്ല. എഡ്ജ് ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജ് തന്നെ റിപ്പീറ്റ് വരില്ല എന്നുള്ളതാണ് എഡ്ജ് ഡിസ്ജോയിന്റിന്റെ മീനിങ്. ഇൻ ദ കേസ് ഓഫ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, n-1 factorial by 2 possible number of choices, independent roots നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഈ തിയറി മാത്രമുള്ളൂ. തേർഡ് മൊഡ്യൂളിലാണ് ഇതിന്റെ അൽഗോരിതം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അൽഗോരിതം കൂടി കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എങ്ങനെയാണ് ടു ഫൈൻഡ് എ ഷോർട്ടസ്റ്റ് path from a vertex to the same vertex or any other vertex. ഇനി ഒന്ന് രണ്ട് ചെറിയ ഡെഫിനിഷൻസ് കേട്ടോ. ഡെഫിനിഷൻസ് തന്നെ കോട്ട് ചെയ്യാനുള്ളതാണ്. ഡയറക്റ്റഡ് ഗ്രാഫ്. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിമ്പിൾ ഗ്രാഫ് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഡെഫിനിഷൻ ക്ലിയർ ആണ്. A graph is said to be directed or we can call a digraph. ഒരു ഗ്രാഫ് ഡൈഗ്രാഫ് ആണെങ്കിൽ there is a mapping from one vertex to another, അല്ലെങ്കിൽ അതിനകത്തൊരു ഡയറക്ഷൻ ഉണ്ടാകും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടെക്സ് ഏത് വെർട്ടെക്സിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്കുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. ഓക്കെ, ഞാനൊരു പാരലൽ എഡ്ജസും കൂടെ കാണിക്കാം. Such type of graph are called directed graph. ഞാൻ ഈ വരച്ചിരിക്കുന്ന G എന്ന ഗ്രാഫിൽ എ എന്ന വെർട്ടെക്സിൽ ഒരു ലൂപ്പ് പ്രസന്റ് ആണ്. ഓക്കെ, അതിന് ഞാൻ അവിടെ എ എന്ന് കാണിക്കുന്നു. എയിൽ സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ വരുന്നു. അതുപോലെ തന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട് അല്ലെ. എയിൽ നിന്ന് സിയിലേക്കാണോ? എയിൽ നിന്ന് സിയിലേക്കും ഉണ്ട്. നമുക്ക് അവിടെ തന്നെ മറ്റൊരു എഡ്ജോടെ കാണാം. സിയിൽ നിന്ന് എയിലേക്കുണ്ട്. അതുപോലെ തന്നെ എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു എഡ്ജ് പോയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ നമുക്ക് ആ എഡ്ജസിന്റെ ഡയറക്ഷൻ അറിയാം. അപ്പൊ നമുക്ക് ആ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആർക്ക് അല്ലെങ്കിൽ ആ ഒരു എഡ്ജിനെ ഡിനോട്ട് ചെയ്യുന്നത് ലൈക്ക് എ ഓർഡേർഡ് പെയർ. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇനീഷ്യൽ വെർട്ടെക്സ് ആണ് കൊടുക്കുന്നത്. ഇനീഷ്യൽ വെർട്ടെക്സ് ടു ടെർമിനൽ വെർട്ടെക്സ്. അപ്പൊ നമ്മൾ രണ്ട് പുതിയ പേര് പഠിച്ചു. ഒരു വെർട്ടെക്സിന്റെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിനെയാണ് ഇനീഷ്യൽ എന്നും എൻഡ് ചെയ്യുന്ന വെർട്ടെക്സിനെയാണ് ടെർമിനൽ എന്നും വിളിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം സി എന്ന വെർട്ടെക്സ് ഇതില് ഇനീഷ്യൽ ആണ് ആൻഡ് എൻഡ് ചെയ്യുന്നത് എ ആണ്. സി എ എന്നൊരു ആർക്ക് അല്ലെങ്കിൽ എഡ്ജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാഫ്. അപ്പൊ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നമ്മുടെ നോർമൽ ഗ്രാഫ് തന്നെ. there is a direction from one vertex to another vertex. Okay, ഇനി നമ്മളവിടെ നോർമൽ ഗ്രാഫിൽ ഡിഗ്രി പഠിച്ചിരുന്നു അല്ലെ. ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് ഐസോമോർഫിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ്. ഇപ്പൊ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നോർമൽ ഗ്രാഫിന്റെയും ഡയറക്റ്റഡ് ഗ്രാഫിന്റെയും ഡിഗ്രീസിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. നോർമലില് ഡിഗ്രീനെ നമ്മൾ ഡി ഓഫ് വി ഐ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തായിരുന്നു ഡെഫിനിഷൻ? ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് ടു എ വെർട്ടെക്സ് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിൽ എത്ര എഡ്ജസ് അതിനകത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്
ആ നമ്പർ ഓഫ് എഡ്ജസിന്റെ എണ്ണത്തിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റഡ് കേസിൽ നമുക്ക് 2 ഡിഗ്രിയാണുള്ളത്, ഇൻ ഡിഗ്രി ആൻഡ് ഔട്ട് ഡിഗ്രി. അത് മനസ്സിലായി കാണുമല്ലോ. ഒരു വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്കും പോകുന്നുണ്ട്, ആ വെർട്ടെക്സിലേക്കും എഡ്ജസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി എന്ന് കാണിച്ചിരിക്കുന്നത്. ഇൻ ഡിഗ്രീനെ ഡി മൈനസ് ഓഫ് ബി എന്നും ഔട്ട് ഡിഗ്രീനെ ഡി പ്ലസ് ഓഫ് ബി എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഡിനോട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഔട്ട് ഡിഗ്രി, ഇത് ഇൻ ഡിഗ്രി. ഔട്ട് മീൻസ് ഒരു വെർട്ടെക്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എഡ്ജുകളുടെ എണ്ണം. അപ്പൊ നിങ്ങൾക്ക് എ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് പോകുന്ന ഔട്ട് എഡ്ജുകൾ ആരൊക്കെയാണ്? ഇതാ എ ടു ബി, എ ടു സി, എ ടു ഡി, അതുപോലെ തന്നെ ലൂപ്പും. അപ്പൊ ലൂപ്പിന്റെ കാര്യം ഞാൻ പറയാം. നോർമൽ ഗ്രാഫിൽ ലൂപ്പിനെ നമ്മൾ 2 ആയിട്ടായിരുന്നു കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റഡ് ഗ്രാഫ്, if a loop present in a directed graph, we count in degree as 1, out degree as 1. അപ്പൊ ലൂപ്പ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ഒരു വെർട്ടെക്സിന്റെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും കൗണ്ട് ചെയ്യുമ്പോൾ ലൂപ്പ് 1 1 എന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗ്രാഫിന്റെ ഇൻ ഡിഗ്രി ഔട്ട് ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എ എന്താന്ന് നോക്കാം. ഡി പ്ലസ് ഓഫ് എ മീൻസ് ഔട്ട് ആണ്, എയിൽ നിന്ന് പുറത്തു പോകുന്ന എഡ്ജുകളുടെ എണ്ണം. ലൂപ്പ് ഉണ്ട്, അപ്പൊ ലൂപ്പ് 1 എന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4. അപ്പൊ എന്തായിരിക്കും ഇൻ ഡിഗ്രി? നമ്പർ ഓഫ് എഡ്ജസ് കം ടു ദ വെർട്ടെക്സ്, ഇൻ ടു ദ വെർട്ടെക്സ്, എയിലേക്ക് വരുന്ന എഡ്ജുകളുടെ എണ്ണം എത്രയായിരിക്കും? anyone? in degree of a 1 ഉള്ളോ? ലൂപ്പ് ഉണ്ടല്ലോ അല്ലെ, അപ്പൊ ലൂപ്പോട് കൂടി കൗണ്ട് ചെയ്യുക. ദാറ്റ് ഇസ് 2. ഇ എന്ന വെർട്ടെക്സിന്റെയോ? ഇ ഇൻ ഡിഗ്രി ഓഫ് ഔട്ട് ഡിഗ്രി ഓഫ് ഇ ആൻഡ് ഇൻ ഡിഗ്രി ഓഫ് ഇ. 3 ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയിൽ നിന്ന് പോകുന്നവരുടെ എണ്ണം. ഇയിൽ നിന്ന് പോകുന്ന ഒരു എഡ്ജും ഇല്ല, therefore 0. ഇൻ ഡിഗ്രി എന്ത് വരും? അതിലേക്ക് വരുന്നത് 3. ഇന്നും ഔട്ട് മാറി പോവാതിരുന്നാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് അത് പറയുമ്പോൾ ക്ലിയർ കണക്ട് ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഐസൊലേറ്റഡ് ആൻഡ് പെൻഡന്റ്. നോർമൽ ഗ്രാഫിന്റെ കേസിൽ ഐസൊലേറ്റഡ് വെർട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 0 ആയിരിക്കും അല്ലെ, ഡിഗ്രി 0യും. പെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 1 ആയിരിക്കും. ഇവിടെ എങ്ങനെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് മാറ്റാം? ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും 0 ആയിരിക്കണം, ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും 1 ആയിരിക്കണം. ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും 1 ആണെങ്കിൽ പെൻഡന്റ് വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും 0 ആണെങ്കിൽ ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്റ്റഡ് ഗ്രാഫിന്റെ ഐസോമോർഫിസം വരുമ്പോ അവിടെ ഞങ്ങൾക്കിപ്പോ ഒരു ഗ്രാഫ്, അതായത് വെർട്ടിസസിന്റെയും എഡ്ജുകളുടെയും എണ്ണം ഒക്കെ ഈക്വൽ ആണ്, അഡ്ജസൻസി ഈക്വൽ ആണ്, എല്ലാം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കൂടി അതിന്റെ ഡിറക്ഷൻ ചേഞ്ച് ആണെങ്കിൽ ദേ ആർ നോട്ട് ഐസോമോർഫിക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയറക്റ്റഡിന്റെ ഗ്രാഫിന്റെ കേസിൽ ഡിറക്ഷനും കൂടെ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഡിറക്ഷൻ അതിന്റെ വെർട്ടിസസുകൾ തമ്മിൽ സെയിം അല്ലാത്ത രീതിയിലാണെങ്കിലും നമുക്ക് ഐസോമോർഫിസത്തിന്റെ കണ്ടീഷനിൽ, ഡയറക്റ്റഡ് ഗ്രാഫിന്റെ കണ്ടീഷനിൽ ദാറ്റ് ഇസ് നോട്ട് ഐസോമോർഫിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡയറക്ഷനും നോക്കുക. ഡയറക്ഷൻ ഉള്ള ഗ്രാഫ് ആണെങ്കിൽ, അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് ഞാനൊരു വേറൊരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ G2 പറയാം. G2ലേക്ക് വരുമ്പോ
V2 V3 നമുക്ക് ഇവിടെ B to D ആണ്, അവിടെ V3 to V2. അതായത് ഡിറക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരേപോലെയുള്ള ഡിറക്ഷനിലേക്ക് വന്നാൽ മാത്രമാണ് ആ ഗ്രാഫ് ഐസോമോർഫിസം പ്രോപ്പർട്ടിയോടെ സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. ഓക്കെ, അവിടെ ഐസോമോർഫിസം കൂടി ഒന്ന് കോട്ട് ചെയ്തു. ഇനി അടുത്തത് ഒരു ബാലൻസ്ഡ് ഡയഗ്രാഫ്. ഒരു ഗ്രാഫ് ബാലൻസ്ഡ് ആവുന്നത്, ദാറ്റ് ഈസ് അതിന്റെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഈക്വൽ ആണെങ്കിൽ ആ ഗ്രാഫിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഡയഗ്രാഫ്. ഓക്കെ, അടുത്ത മൊഡ്യൂളിലേക്ക് ആവശ്യമുള്ള ഡെഫിനേഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു ഗ്രാഫ് ബാലൻസ്ഡ് ആകുന്നത് അതിന്റെ ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഈക്വൽ ആകുന്ന കേസിലാണ് അതിനെ ബാലൻസ്ഡ് ഡയഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്രാഫിൽ അങ്ങനെ ഒരു ബാലൻസ്ഡ് ഉണ്ടോ? അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും ഇപ്പൊ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, എല്ലാ വെർട്ടെക്സിന്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും കണ്ടു നോക്കുക. എന്നിട്ട് അവിടെ ബാലൻസ്ഡ് വെർട്ടെക്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി, ബാലൻസ്ഡ് വെർട്ടിസസ് എല്ലാ വെർട്ടിസസും ബാലൻസ്ഡ് ആണെങ്കിലാണ് ഗ്രാഫിനെ ബാലൻസ്ഡ് ഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വെർട്ടെക്സ് മാത്രം ഈക്വൽ ആയാൽ പോരാ, ഞാൻ അവിടെ VI എന്ന് ഡിനോട്ട് ചെയ്യാണ്. where I is every vertex of a digraph. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസസിന്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും ഈക്വൽ ആവുകയാണെങ്കിൽ ആ ഗ്രാഫിനെയാണ് ബാലൻസ്ഡ് ഡയഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഗ്രാഫ് ബാലൻസ്ഡ് അല്ല. ഇപ്പൊ തന്നെ നോക്കി അറിയാം, ഈ എന്ന നമ്മൾ രണ്ട് വെർട്ടെക്സ് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയാണ്. സോ ദാറ്റ് ഇസ് നോട്ട് ബാലൻസ്ഡ് ഡയഗ്രാഫ്. ഓക്കെ, ഇപ്പോൾ ഡയഗ്രാഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തില് സിമ്പിൾ ഡയഗ്രാഫ്. ഒരു ഗ്രാഫ് സിമ്പിൾ ആകുന്നത് അവിടെ ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലെങ്കിലാണ് അത് ആ ഗ്രാഫ് സിമ്പിൾ ആകുന്നത്. സിമിലർ ഡെഫിനിഷൻ തന്നെയാണ്. A simple graph is one that has no self loops അല്ലെങ്കിൽ no loops or parallel edges. ലൂപ്പും പാരലലും എഡ്ജസും ഇല്ലാത്ത ഡയഗ്രാഫ്സിനെയാണ് സിമ്പിൾ ഡയഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഒരു 3 വെർട്ടെക്സ് ഉള്ള ഒരു ഡയഗ്രാഫ്. ഇതൊരു സിമ്പിൾ ഡയഗ്രാഫ് ആണ്. ദർ ഇസ് നോ ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജസ്. അടുത്തത് സിമെട്രിക് ഡയഗ്രാഫ്. നിങ്ങൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സിമെട്രിക്. ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ എഡ്ജിന്റെ കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓർഡേർഡ് പെയറിന്റെ കേസിലാണെങ്കിൽ AB എന്നൊരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ BA എന്നൊരു ഓർഡേർഡ് പെയറും കൂടി പ്രസന്റ് ആണെങ്കിൽ ഇൻ എ സെറ്റ്, ഒരു സെറ്റ് കേസിന് ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ an element AB അവിടെ ഉണ്ട്, then there is another element BAയും അവിടെ ഉണ്ടെങ്കിൽ we can say that it's symmetric property. അപ്പോൾ ഒരു ഗ്രാഫിലെ എല്ലാ എഡ്ജസിനും എല്ലാ എഡ്ജസിലും തിരിച്ച് ഒരു ഗ്രാഫിന് ഞാൻ അത് കോമൺ ആയിട്ട് AB എന്നൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൽ തിരിച്ച് BA ഏതൊരു എഡ്ജ് A to B ഉണ്ടോ അതിന് തിരിച്ച് B to A ഉണ്ടെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് ഡയഗ്രാഫ്. അപ്പോൾ നമ്മളിപ്പോ ഒരു ഗ്രാഫ് 3 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫില് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവണം? ഡയറക്ഷൻ ഉള്ള എഡ്ജസ് ഉണ്ടായിരിക്കണം. ഇതിപ്പോ B to A, A to B, A to C, C to A, B to C, C to B. ഇതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് ഡയഗ്രാഫ്. അപ്പൊ എന്താന്ന് മനസ്സിലാക്കുക, സിമ്പിൾ ഡയഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ലൂപ്പ് ആൻഡ് പാരലൽ എഡ്ജസ്. സിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവരി എഡ്ജ് ദർ എക്സിസ്റ്റ് കറസ്പോണ്ടിങ് എഡ്ജ്. അതായത് AB എന്നൊരു എഡ്ജ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് BA എന്നൊരു എഡ്ജ് അവിടെ ഉണ്ടായിരിക്കണം. അടുത്ത ഡെഫിനിഷൻ അസിമെട്രിക് ഡയഗ്രാഫ്. അപ്പൊ സിമെട്രിക്കിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിരിക്കും. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ
എ ബിക്ക് ബി എയും ഉണ്ടായിരിക്കണം. അസിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ഒരു എ ടു ബി എന്നൊരു എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ, തിരിച്ചുണ്ടാവാൻ പാടില്ല. സിമെട്രിക്കിന്റെ എന്താണ്? സിമെട്രിക് ഓപ്പോസിറ്റ് എന്നല്ല, സിമെട്രിക് അല്ലാത്തൊരു കാര്യം, സിമെട്രിക് ആവില്ലാത്തൊരു കാര്യമാണ് അസിമെട്രിക്. അതായത് ഒരു ഗ്രാഫില് എ ബി സി എന്നാണെങ്കിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, അതായത് തിരിച്ച് അതിന് എഡ്ജസ്, ഇപ്പൊ എ ടു ബി ഉണ്ട്, ബി ടു എ ഉണ്ടാവരുത്, അങ്ങനെയാണ്. അപ്പൊ ഇതൊരു സിമ്പിൾ ഗ്രാഫ് ആവില്ലേ എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇവിടെ അസിമെട്രിക് ഡയഗ്രാഫില് സെൽഫ് ലൂപ്സ് മേ ഹാവ് ടു പ്രസന്റ്, സെൽഫ് ലൂപ്പ് പ്രസന്റ് ആയിരിക്കാം. അപ്പൊ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ആവില്ലല്ലോ. അപ്പൊ അസിമെട്രിക് ഗ്രാഫില് സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡയഗ്രാഫ്. അപ്പൊ കംപ്ലീറ്റിന്റെ കേസിൽ കംപ്ലീറ്റ് അസിമെട്രിക് ഡയഗ്രാഫും കംപ്ലീറ്റ് സിമെട്രിക് ഡയഗ്രാഫും ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റിൽ തന്നെ കംപ്ലീറ്റ് സിമെട്രിക് ആൻഡ് കംപ്ലീറ്റ് അസിമെട്രിക് ഡയഗ്രാം. അപ്പൊ ഇവിടെ പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ഞാൻ കുറച്ചു മുമ്പ് വരെ പറഞ്ഞോളൂ. കംപ്ലീറ്റ് മീൻസ് there is an edge between every pair of vertices. ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും അതിനുള്ള എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വിളിക്കുക. അപ്പൊ ഡൈഗ്രാഫ് ആകുമ്പോൾ ഡയറക്ഷൻ വേണം, സിമെട്രിക് ആകുമ്പോൾ എ ബി എന്നൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ബി എ വേണം, അസിമെട്രിക് ആകുമ്പോൾ എന്താണ് ഡയറക്ഷൻ ഉള്ള എ ടു ബിയോ ബി ടു എയോ ഉള്ള ഒരു എഡ്ജ് മതി. പക്ഷെ എല്ലാ പെയർ ഓഫ് വെർട്ടിസസിനും എന്തുണ്ടായിരിക്കണം? എഡ്ജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ പിക്ചേഴ്സ് ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 2 മൊഡ്യൂളും കംപ്ലീറ്റ് ആക്കണം. അത്രയാണ് നമ്മുടെ രണ്ട് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാനം കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലവും ഡൈഗ്രാഫ് എന്താണെന്നുമാണ്. അപ്പൊ ഡൈഗ്രാഫിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യം വെറും 10 മിനിറ്റ് കൊണ്ട് പറയാൻ കാരണം ഇതെല്ലാം നമ്മള് നോർമൽ ഗ്രാഫിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഇതൊക്കെ റിപ്പിറ്റേഷൻ ആണ്. അപ്പൊ അതിൽ ഡയറക്ഷൻ വരുന്ന കേസ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അത് നോട്ടിലേക്ക് നിങ്ങൾ അത് ആക്കുമ്പോൾ ക്ലിയർ ആയിക്കോളൂ. അടുത്തത് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3യുടെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രീ ആണ്. ട്രീ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ സിലബസിൽ ട്രീസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, വെർട്ടിസസ്, അൽഗോരിതം, സ്പാനിങ് ട്രീ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ 2 മെയിൻ ആയിട്ട് 4 അൽഗോരിതംസ് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ, മൊഡ്യൂൾ 3യിൽ. അപ്പൊ ട്രീ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്കതിന്റെ അൽഗോരിതത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത ദിവസം ട്രീയുടെ ഡെഫിനിഷൻ ചോദിക്കും. ഇന്ന് ഞാൻ അതൊന്ന് പറഞ്ഞു നിർത്താണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു ഡെഫിനേഷൻ ആണ് ട്രീ എന്ന് പറഞ്ഞാൽ. ട്രീ ഈസ് ഓൾസോ, അതിനെ തന്നെ പറയട്ടെ, ട്രീ എന്നുള്ള പേര് ഇട്ടിട്ട് എന്താ മരം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ദിസ് ഈസ് ഓൾസോ എ ഗ്രാഫ്. ഗ്രാഫിന്റെ ഒരു പേരാണ് ട്രീ എന്നുള്ളത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്സ്. ഇപ്പൊ തന്നെ പഠിക്കുക ഡെഫിനിഷൻ. ഇനി എപ്പോ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്സ്. അപ്പൊ അതില് വന്നിരിക്കുന്ന 2 വേർഡ്സ് കണക്റ്റഡും സർക്യൂട്ടും ആണ്. അതെന്താണെന്നുള്ള ഐഡിയ ഉണ്ടോ? കണക്റ്റഡ്, സർക്യൂട്ട്. ഒരു ഗ്രാഫ് കണക്റ്റഡ് ആകുന്നത് എപ്പോഴാണ്? സർക്യൂട്ട് ആകുന്നത് എപ്പോഴാണ്? കോമ്പൗണ്ട് ഇല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കും. കമ്പോണന്റ് ഇല്ലെങ്കിൽ കണക്റ്റഡ് ആയിരിക്കും. അതിനും നല്ലൊരു ഡെഫിനിഷൻ നമുക്കില്ലേ കണക്റ്റഡിന്? ഏത് 2 വെർട്ടെക്സ് എടുത്താലും ആ വെർട്ടെക്സിലേക്ക് എന്തുണ്ടായിരിക്കും? പാത്ത് ഉണ്ടായിരിക്കും. പാത്ത് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ എഡ്ജ് ആയി പോയി. പാത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 2 or 3 എഡ്ജസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ വെർട്ടെക്സിൽ എത്താൻ പറ്റണമല്ലോ. അപ്പൊ നമ്മള് അന്ന് പഠിപ്പിച്ച ആ ഒരു ചുമ്മാ ഒരു ഗ്രാഫ്, കണക്ടിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് എടുക്കാൻ കേട്ടോ. ഓക്കെ, ഇതൊരു കണക്റ്റഡ് ഗ്രാഫ് ആണ്.
അല്ലെ? എവറി പെയർ ഓഫ് വെർട്ടിസസ്, ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും നമുക്ക് പാത്ത് ഉണ്ട്. അപ്പൊ അന്ന് പറഞ്ഞതാണ് ഈ രണ്ട് വെർട്ടിസസുകൾക്കിടയിൽ പാത്ത് ഉണ്ടോ? ഉണ്ട്. നോക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ്, അതായത് കമ്പോണൻസ് ആകാതെ എല്ലാ രണ്ട് വെർട്ടെക്സും, ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും നമുക്ക് പാത്ത് എഡ്ജസ് ജോയിൻ ചെയ്യുന്ന ലൈൻസ് കിട്ടുന്ന ഗ്രാഫാണ് കണക്റ്റഡ്. സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടെക്സിൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റുന്ന, ക്ലോസ്ഡ് ആയി പോകുന്ന ആളെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാഫിൽ എന്തില്ല? ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. ക്ലോസ്ഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ഗ്രാഫ് ഒരിക്കലും ക്ലോസ്ഡ് ആവില്ല. ഓക്കെ, അപ്പൊ ഇതൊരു ട്രീ അല്ല. ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫ് മാത്രമാണ്. ദാറ്റ് ഇസ് നോട്ട് എ ട്രീ. ഇതൊരു സർക്യൂട്ട് ആണ്. ഇവര് രണ്ടുപേരും ട്രീ അല്ല. ട്രീ ആവുന്നത് എപ്പോഴാണ്? കണക്റ്റഡും ആയിരിക്കണം, സർക്യൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല. സച്ച് എ ഗ്രാഫ് ആർ കോൾഡ് ട്രീ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വരയ്ക്കാം. അപ്പൊ നമ്മുടെ ഗ്രാഫ് നമ്മളെപ്പോഴും സ്ഥിരം വരയ്ക്കുന്ന 3 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണിത്. ഓക്കെ, V1, V2, V3. നമ്മൾ വരയ്ക്കുന്ന 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണിത്. ഇവിടെയൊക്കെ നമ്മൾ ആ ക്ലോസ്ഡ് എന്നുള്ള പ്രോപ്പർട്ടി കഴിഞ്ഞു അല്ലെ? അതായത് ഗ്രാഫ് ഇങ്ങനെ എല്ലാ പെയർ ഓഫ് വെർട്ടെക്സുകൾക്കിടയിലും പാത്ത് ഉണ്ടായിരിക്കും, അതായത് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന 3 ഗ്രാഫ്, T1 ട്രീ ആയതുകൊണ്ട് T1, T2, T3 പേര് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇനി കൊടുത്തു പോകാം. ഇത് 3 വെർട്ടെക്സ് ഉള്ള ഒരു ട്രീ ആണ്. ദിസ് ഇസ് കണക്റ്റഡ് ബട്ട് ദർ ഇസ് നോ സർക്യൂട്ട്. ഇവിടെ ഒരു എഡ്ജോടെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ ട്രീ, സർക്യൂട്ട് വരാൻ പറ്റില്ല. ദിസ് ഇസ് ഓൾസോ എ ട്രീ, കണക്റ്റഡ് ആണ്, ദർ ഇസ് നോ സർക്യൂട്ട്. ദർ ഇസ് അനദർ ടൈപ്പ് ഓഫ് ട്രീ വിത്ത് 7 edges, 7 vertices. ഓക്കെ, അപ്പൊ ഇതിന് ട്രീ എന്നുള്ള പേര് വരാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ലൈക്ക് ഒരു ട്രീയെ ഇതിനെ നമ്മൾ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ റൂട്ട് താഴെ വരുന്ന രീതി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ ഒരു ട്രീ പോലെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അതിന് ആ പേര് വീണത്. സോ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് എനി സർക്യൂട്ട്സ്. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് 3 തിയറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ആ തിയറംസ് ഒന്ന് നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ അതിന്റെ ഫോട്ടോ ഇട്ട് തന്നേക്കാം. 2 തിയറത്തിന്റെ മാത്രം ഇടാം, എന്നിട്ട് നമുക്കതൊന്ന് പറയാം. എളുപ്പമായിട്ടുള്ളതാണ്. ഇന്ന് ഇത്രയും എടുക്കണുള്ളൂ. അടുത്ത ദിവസം നമുക്ക് 3rd മൊഡ്യൂള് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പൊ നോട്ട് ഞാൻ അയച്ചേക്കാം. ഓക്കെ, അപ്പൊ അസൈൻമെന്റിന്റെ കാര്യം മറക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സീരീസിന്റെ മാർക്ക് ചെക്ക് ചെയ്യുക. ഓക്കെ.